ആലപ്പുഴ തകഴി കുന്നുമയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണമെന്ന് പോലീസ്. കുഞ്ഞിന്റെ DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ അയച്ചു. പൂച്ചാക്കൽ സ്വദേശിനിയായ 21-കാരി ജന്മം നൽകിയ 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് തകഴി കുന്നുമലിലെ പാടശേഖരത്തിന്റെ ബണ്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിശദമായ ഒപ്പീനിയന്റെ പെൻഡിംഗ് ഉണ്ട്, അത് പിന്നീട് വഴി അറിയിക്കും. ഒന്നും പറയാനായിട്ടില്ല, അത് വിശദമായ റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം പഴക്കമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചതെന്നും ഇതാണ് പ്രാഥമിക നിഗമനങ്ങളിലെത്താൻ തടസ്സമായത് എന്നുമാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു. നിലവിൽ കേസിൽ നവജാത ശിശുവിന്റെ മാതാവിനെയും ആൺസുഹൃത്തിനെയും ഉൾപ്പെടെ റിമാൻഡ് ചെയ്തു. എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് യുവതിയെ റിമാൻഡ് ചെയ്തത്. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച കേസിലെ 3-ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മാനഹാനി ഭയന്നാണ് ഗർഭിണിയാണ് എന്ന വിവരം മറച്ചുവെച്ചത് എന്ന് യുവതി പോലീസിന് മൊഴി നൽകി. യുവതിയും ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടുകാർക്കറിയാമായിരുന്നുവെന്നും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ വീട്ടുകാർ ഒരുക്കമായിരുന്നുവെന്നും ബന്ധുക്കൾ അറിയിച്ചു. എന്നിട്ടും എന്തിന് കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കുഞ്ഞിന്റേത് കൊലപാതകമാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാകും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താൻ കഴിയൂ എന്നാണ് പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. മരണകാരണം എന്തെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിനും ഇനി കൂടുതൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഷിബിൻ ബഷീറിനൊപ്പം ശ്യാംകുമാർ, 24 ആലപ്പുഴ.